Dear students, next topic നമുക്ക് നോക്കാനുള്ളത് buyback of shares. When a company finds that it has a surplus capital, it can reduce the capital by paying back a portion of amount received from shareholders. ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യും. കമ്പനിക്ക് ഫണ്ട് ആവശ്യമുള്ളപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ കമ്പനി കളക്ട് ചെയ്യും, അല്ലേ? ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഫണ്ട് എക്സസ് ആണെന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഷെയർ ക്യാൻസൽ ചെയ്യും. കമ്പനിക്ക് ക്യാഷ് ഫണ്ട് ആവശ്യമുള്ളപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി എന്ത് ചെയ്യും, ഫണ്ട് റേസ് ചെയ്യും. അതുപോലെ തന്നെ ആ ഷെയർ ക്യാൻസൽ ചെയ്ത് ഫണ്ട് തിരിച്ചു കൊടുത്തിട്ട് കമ്പനി സർപ്ലസ് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. The returning of the amount to shareholders by complying with the legal provisions is called buying back of shares. Legal requirement, legal provisionൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് തിരിച്ചു കൊടുത്ത് ഷെയർ തിരിച്ചു മേടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ബൈയിങ് ബാക്ക് ഓഫ് ഷെയർസ്. Buying back of shares were introduced for the first time in India in the year 1999 through the Companies Act Amendment 1999. Companies Act Amendment പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബൈബാക്ക് ഓഫ് ഷെയർസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ബൈബാക്കിൻ്റെ ആവശ്യം എന്താണ്? നമുക്കറിയാം, ക്യാപിറ്റൽ ഓവർ ക്യാപിറ്റലൈസേഷനും അണ്ടർ ക്യാപിറ്റലൈസേഷനും കമ്പനിയെ സംബന്ധിച്ച് ഒരുപോലെ തന്നെ ഡേഞ്ചറാണ്. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയെ അത് ബാധിക്കും, അല്ലേ? ഇപ്പോൾ നമുക്ക് റിക്വയർഡ് എമൗണ്ടിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ കമ്പനി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ച് പേ ചെയ്യുന്നതിനെയാണ്, ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുത്ത് ആ ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന പേരിൽ പറയുന്നത്. മീനിങ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. Buyback of shares is the process of capital restructuring whereby a company repurchase or reacquire its own share from its shareholders for cancellation after fulfilling all provisions in Companies Act 2013 and SEBI regulation thereon. അപ്പോൾ കമ്പനീസ് ആക്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ ഫുൾഫിൽ ചെയ്തുകൊണ്ട് സെബി റെഗുലേഷൻ പ്രകാരം കമ്പനി ക്യാപിറ്റൽ റീസ്ട്രക്ചർ ചെയ്യുന്നതിനെ റീക്വയർ ഇറ്റ്സ് ഓൺ ഷെയർ ഫ്രം ഇറ്റ്സ് ഷെയർ ഹോൾഡറിൽ നിന്ന് കമ്പനിയുടെ തന്നെ ഷെയർ അക്വയർ ചെയ്യുന്നതിന് റീപർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇതുവരെ പറയുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ്. Buyback of shares is effected as per section 68, 69 and 70 of Companies Act 2013, Rule 17 of Companies Act, Share Capital and Debenture Rule 2014 and SEBI Security Exchange Board of India Buyback of Securities Regulation. Provision or condition for buyback as per the Companies Act 2013. Companies Act 2013 പ്രകാരമുള്ള provision and condition for buyback of its own shares. First one, buyback should be authorized by Articles of Association of Company. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് ഷെയർ ബൈബാക്ക്, അല്ല, ഇറ്റ്സ് ഓൺ ഷെയർസ് ബൈബാക്ക് നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. A special resolution should be passed at a general meeting of company authorizing buyback. ബൈബാക്ക് ഓതറൈസ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗ് പാസ്സാക്കിയിരിക്കണം. No special resolution is required when the buyback is not exceeding 10% of total paid up equity capital and free reserve of the company. Buyback not exceeding 10% of total paid up equity capital. Total paid up equity capitalൻ്റെ 10% ആൻഡ് റിസർവ്സിൻ്റെ 10% കൂടുതൽ ബൈബാക്ക് ഇല്ല എങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ആവശ്യമില്ല. Such buyback is authorized by board by means of
resolution passed at its meeting. Such buyback is authorized by board by means of a resolution passed at its general meeting. General meetingൽ ഓൾറെഡി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ബൈബാക്കിന് വേണ്ടി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. Then third one, buyback should be 25% or less of the aggregate of paid up capital and free reserve of the company. കമ്പനിയുടെ അഗ്രിഗേറ്റ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവിൻ്റെ 25% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് ബൈബാക്ക് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർ ദിസ് ഷാൽ ബി taken as 25% of paid up equity capital only. But in case of equity ഷെയറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ then paid up capitalൻ്റെ 25% മാത്രമേ ബൈബാക്ക് നടത്താനുള്ള പ്രൊവിഷൻ ഉള്ളൂ. After buyback, a debt equity ratio should not exceed 2:1. അല്ലേ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 നമുക്ക് കുറയാൻ പാടില്ല, അല്ലെ, ചേഞ്ച് ചെയ്യുക, ഡസ് നോട്ട് എക്സീഡ്. അപ്പോൾ ഡെപ്റ്റും ഇക്വിറ്റി നമ്മളെ റിലേഷൻ 2:1 പ്രൊപ്പോർഷനിൽ നിന്നിരിക്കണം ആഫ്റ്റർ ബൈബാക്ക്, വെയർ ദ ഡെപ്റ്റ് is an aggregate of secured and unsecured debt outstanding after buyback. ഡെപ്റ്റ് എന്ന് പറയുന്നത് സെക്യൂർഡും അൺസെക്യൂർഡും ആയിട്ടുള്ള ഡെപ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ ബൈബാക്ക്. ഇക്വിറ്റി ഇസ് ആൻ അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് എ ഫ്രീ റിസർവ്. ഇക്വിറ്റി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1, അല്ലേ, എത്രയാണ് ഇക്വിറ്റി ഉള്ളത് അതിൻ്റെ ഇരട്ടി വരെ ഡെപ്റ്റ് ആകാം, അതിലും എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ 1,00,000 രൂപയാണ് മൊത്തം ഇക്വിറ്റി എന്നുണ്ടെങ്കിൽ 2,00,000 രൂപ വരെ മാക്സിമം ഡെപ്റ്റ് ആകാം, അതിലും കൂടാൻ പാടില്ല. ആ ഒരു റേഷ്യോ കൂടുതൽ ഡെപ്റ്റ് 2:1 റേഷ്യോ കൂടുതൽ ഡെപ്റ്റ് വരാൻ വേണ്ടി പാടില്ല. only fully paid up shares can be acquired. നമുക്ക് ബൈബാക്കിൽ only fully paid up shares can be acquired. റീപർച്ചേസ് ചെയ്യുന്ന റീഅക്വയർ ചെയ്യുന്ന only fully paid up shares മാത്രമേ റീപർച്ചേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. If shares of securities are listed, buyback should be in accordance with the SEBI guidelines. അല്ലേ, SCBI ആണ്, സെബീസ് ഗൈഡ്ലൈൻസ് ആണ്. ഇഫ് ദ ഷെയർസ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ്, ബൈബാക്ക് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് സെബി ഗൈഡ്ലൈൻസ്. സെബി ഗൈഡ്ലൈൻസ് അനുസരിച്ചായിരിക്കണം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ്, സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ദ ബൈബാക്ക് ഇൻ റെസ്പെക്ട് ഓഫ് unlisted shares or other specified securities is in accordance with the Rule 17 of Companies Act. Rule 17 Companies Act പ്രകാരം അൺലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ബൈബാക്ക് നടത്താവുന്നതാണ്. No offer of buyback shall be made within a period of 1 year from the date of ക്ലോസർ ഓഫ് ദ പ്രിസീഡിങ് ഓഫർ ഓഫ് ബൈബാക്ക് ഇഫ് എനി. അപ്പോൾ ഒരു ബൈബാക്ക് കഴിഞ്ഞ് അടുത്ത 1 ഇയറിനുള്ളിലായിട്ട് ബൈബാക്കിൻ്റെ ഒരു ഓഫറും കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇഫ് എനി ദെൻ ഷെയർ brought back shall be extinguished and physically destroyed within 7 days from the last day of completion of buyback. ബൈബാക്ക് നടത്തി 7 ദിവസത്തിനുള്ളിലായിട്ട് ആ ഷെയർ എന്ത് ചെയ്തിരിക്കണം, ക്യാൻസൽ ചെയ്തിരിക്കണം, ആ ഷെയർ സർട്ടിഫിക്കറ്റ് നശിപ്പിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടാണ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. ദെൻ ആ ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടായിരിക്കും അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കമ്പനി 7 ദിവസത്തിനുള്ളിലായിട്ട് അതിനെ നശിപ്പിച്ചിരിക്കണം. After buyback of its own shares, it shall not make any future issue of future issue of same kind of shares within a period of 6 months from the date of completion of the process of buyback. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ഷെയർ ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ സെയിം കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി 6 മാസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല. Then buyback of shares by
ഡിഫാൾട്ടർ കമ്പനി ഈസ് നോട്ട് അലൗഡ്. ഡിഫാൾട്ടർ കമ്പനിയെ സംബന്ധിച്ച് ബൈബാക്ക് ഓഫ് ഷെയർസ് അലൗ ചെയ്തിട്ട് ഡിഫാൾട്ട് മേ ബി ഇൻ റെസ്പെക്ട് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓർ ടേം ലോൺസ് ഓർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ പ്രിഫറൻസ് ഷെയർസ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഏതെങ്കിലും കലയ്ക്ക് ഏതെങ്കിലും പേയ്മെൻറ്റ്, താഴെ പറയുന്ന പേയ്മെൻറ്റ് കമ്പനി ഡിഫാൾട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡിഫാൾട്ടർ കമ്പനിയെ സംബന്ധിച്ച് ബൈബാക്ക് അനുവദിച്ചു കൊടുക്കുകയില്ല. A company can buy back its shares out of free reserve, security premium account or proceeds of any shares or other specified securities. Company can buy back its shares out of free reserve, security premium account or proceeds of any shares or other specified security. ഏതൊക്കെ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി കമ്പനിക്ക് വേണ്ടി ഫ്രീ റിസർവ്സ് ഉപയോഗിക്കാം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാം, പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സ്പെസിഫിക് സെക്യൂരിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് ബൈബാക്ക് നടത്താൻ വേണ്ടി പറ്റും. Where a company purchases its own share out of free reserve, a sum equal to nominal value of shares or purchase shall be transferred to capital redemption reserve. അല്ലെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കമ്പനി ഓൺ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ഫ്രീ റിസർവ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ എത്ര രൂപ ഫ്രീ റിസർവ് ഉപയോഗിച്ച് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. There should be a time gap of at least 1 year between two buyback. രണ്ട് ബൈബാക്കിൻ്റെ ഇടയിൽ ഒരു വർഷത്തെ ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് ടൈം ഗ്യാപ്പ് ഓഫ് 1 year between two buyback ഈസ് കോൾഡ് കൂളിംഗ് ഓഫ് പീരീഡ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് കൂളിംഗ് ഓഫ് പീരീഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Security Exchange Board of India SEBI guidelines on buyback of shares. Buyback of shares cannot be from any person through negotiated deals. Negotiated deals പ്രകാരം ഒരു പേഴ്സണ് ബൈബാക്ക്, ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് നെഗോഷിയേഷൻ നടത്തി ബൈബാക്ക് നടത്താൻ പാടില്ല. Public announcement among other things should specify the following. Public announcement among other things should specify the following. താഴെ പറയുന്ന കാര്യങ്ങൾ പബ്ലിക് അനൗൺസ്മെൻറ്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. A public announcement shall specify a date which shall be specified date. പബ്ലിക് അനൗൺസ്മെൻറ്റിൽ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ആ ഡേറ്റ് നമ്മൾ സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് the name of security holder to whom the letter of offer shall be sent. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. അതിന് സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഡിറ്റർമൈൻ ദ നെയിം ഓഫ് സെക്യൂരിറ്റി ഹോൾഡർ ടു ഹും ദ ലെറ്റർ ഓഫ് ഓഫർ ഷാൾ ബി സെൻഡ്. അപ്പോൾ ഏത് ഷെയർ ഹോൾഡറിൻ്റെ നെയിമിലേക്കാണ് നമ്മൾ ഈ ഓഫർ ലെറ്റർ അയക്കേണ്ടത് എന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്പെസിഫൈഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കണം. which is the date of dispatch of offer letter. ഓഫർ ലെറ്റർ ഡെസ്പാച്ച് ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്സ് ഓഫ് സ്പെസിഫൈഡ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 30 days ബട്ട് നോട്ട് ലേറ്റർ ദാൻ 42 days ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക് അനൗൺസ്മെൻറ്റ്. അപ്പോൾ പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തി 30 ദിവസത്തിൽ കുറയാത്ത, 42 ദിവസത്തിൽ കൂടാത്ത, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഡേറ്റ് ആയിരിക്കണം സ്പെസിഫൈഡ് ഡേറ്റ് ആയിട്ട്. അപ്പം ആർക്കൊക്കെയാണോ നമ്മൾ ഈ ഓഫർ ലെറ്റർ അയക്കേണ്ടത് എന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്പെസിഫൈഡ് ഡേറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിൽ കുറയാത്ത, ഇപ്പോൾ 31ാമത്തെ ദിവസം നമുക്ക് ഈ അനൗൺസ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ 40ാമത്തെ ദിവസം ചെയ്യാം, 45ാമത്തെ ദിവസം ചെയ്യാൻ പാടില്ല. എന്താ, മാക്സിമം നമുക്ക് അനൗൺസ്മെൻറ്റ് ഡേറ്റ് തൊട്ട് 42 ദിവസം വരെയും ആ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ, സ്പെസിഫൈഡ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ ഡേറ്റ് എന്നാണ് അനൗൺസ്മെൻറ്റ്, അത് കഴിഞ്ഞ് 30ാമത്തെ ദിവസം ലീസ്റ്റും ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അതിനിടയിലുള്ള ഡേറ്റ് വേണം നമ്മൾ സ്പെസിഫൈഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി. The company shall file information to Security Exchange Board of India within 7 working days from the date of public announcement. പബ്ലിക് അനൗൺസ്മെൻറ്റ് എന്നാണ് നടത്തുന്നത് അതിന് 7 ദിവസത്തിനുള്ളിലായിട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കണം. The offer of buyback shall remain open to member for a period not less than 15 days but not exceeding 30 days. അപ്പോൾ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഷാൽ റിമെയിൻ ഓപ്പൺ ടു എ മെമ്പേഴ്സ് ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 15 ദിവസം. അപ്പം 15 ഡേയ്സിൽ കുറയാത്ത ദിവസം ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്തു. ബട്ട് ഡസ് നോട്ട് എക്സീഡിങ് 30 days. 30 ഡേയ്സിൽ കൂടാത്ത ഒരു ടൈം പീരീഡ് അവർക്ക് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കണം. ഹവർ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓഫർ ഷാൽ നോട്ട് ബി earlier than 7 days or later than
30 days from the specified date. അപ്പോൾ സ്പെസിഫൈഡ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓഫർ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫൈഡ് ഡേറ്റിന് 7 ദിവസം മുമ്പോ 30 ദിവസം ലേറ്റായിട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡേറ്റ് ഓഫ് ഓഫർ അല്ലേ, നമ്മൾ ഓപ്പൺ ഡേറ്റ്, ആ ഒരു ഓഫർ ഓപ്പൺ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. റിമെയിൻ ഓപ്പൺ അല്ലേ, ബൈബാക്ക് ഓപ്പൺ ചെയ്തിരിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞത് നമ്മൾ 15 ദിവസം കൊടുത്തിരിക്കണം, 30 ദിവസത്തിൽ കൂടാതെ അല്ലേ, 15 ദിവസത്തിൽ കൂടുതൽ കൊടുത്തിരിക്കണം, 30 ദിവസത്തിൽ കൂടാനും പാടില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു 15 കൊടുക്കുന്ന നമ്മൾ 15 തൊട്ട് 30 വരെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ്, ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫൈഡ് ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന 7 ഡേയ്സ് എർലിയർ ആകാനും പാടില്ല, 30 ഡേയ്സ് ലാഗ് ആകാനും വേണ്ടി, ലേറ്റർ ആകാനും വേണ്ടി പാടില്ല. The company shall complete the verification of offer within 15 days from the date of closure, and share lodged shall be deemed to have been accepted unless communication of rejection is made within 15 days from the date of closure. You should complete the verification of offer within 15 days from the date of closure. അല്ലേ, എന്നാണ് ക്ലോസ് ചെയ്യുന്നത്, 15 ഡേയ്സിനുള്ളിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. Then source of fund for buyback under section 61 subsection 1 of Companies Act 2013. It is free reserve നമുക്ക് ഉപയോഗിക്കാം ബൈബാക്കിന് വേണ്ടി. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, പ്രൊസീഡ്സ് ഫ്രം ദി ഇഷ്യൂ ഓഫ് എനി ഷെയർ ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഈ 3 കേസാണ് നമ്മൾ ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് എനി ഷെയർ ഓർ അതർ specific securities. Buyback should not made out of proceeds or any issue of same kind of shares or same kind of other specific security that company intended to buy back. അപ്പോൾ കമ്പനി ഏത് ടൈപ്പ് സെക്യൂരിറ്റി ആണോ ബൈബാക്ക് നടത്തുന്നത് അതേ ടൈപ്പ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ട് ബൈബാക്ക് നടത്താൻ വേണ്ടി പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. Then modes of buyback same. From existing shareholders on proportionate basis. A company can buy back its shares from its existing shareholders on a proportionate basis. This method is also known as buyback through tender offer. Then പർച്ചേസ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ദ മെത്തേഡ്സ് ആണ് നമുക്ക് മോഡ്സ് ഓഫ് ബൈബാക്ക് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. മോഡ്സ് ഓഫ് ബൈബാക്ക് ഫ്രം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിൽ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് ബേസിൽ നമുക്ക് ബൈബാക്ക് നടത്താം. പർച്ചേസ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. എ കമ്പനി ക്യാൻ ബൈബാക്ക് ഇസ് ഷെയർസ് either the stock exchange or the book building process. Then under the book building process, the shareholders offer their shares at a price at which they are willing to sell their share within a price band or price range specified by the company. Companies ഫിക്സ് ചെയ്യുക പ്രൈസ് ബാൻഡിനുള്ള പ്രൈസ് റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് അവർ വില്ലിംഗ് ആണോ ഇല്ലയോ എന്ന് ഇൻഫോം ചെയ്യുന്നു. അതാണ് നമ്മൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈബാക്ക് നടത്താൻ വേണ്ടി പറ്റും. And objectives: increase in EPS, earning per share increase ചെയ്യാൻ വേണ്ടി പറ്റുന്നു ബൈബാക്കിലൂടെ. increase market price of shares, increase promoters holdings, build up image of the company, utilization of surplus cash, capital appreciation, tax benefit to company. These are the objective purpose of buyback of shares. Advantage: യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഇൻ എഫക്റ്റീവ് മാനർ. ഫണ്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഡിഫൻസ് സ്ട്രാറ്റജി എഗൻസ്റ്റ് ടേക്ക് ഓവറിനെതിരെ ഉപയോഗിക്കാവുന്ന ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. സിഗ്നൽ ഓഫ് ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്. അപ്പോൾ ബൈബാക്ക് നടത്തണമെങ്കിൽ നല്ല ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുള്ള കമ്പനിയാണെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്നു. ഹെൽപ്പ് ടു ഇൻക്രീസ് the stake of promoters, help to acquire controlling power, increase the earning per share, higher dividend yield. Next one is the difference between redemption of preference shares and buyback. Redemption of preference shares ഉം buyback of shares തമ്മിലുള്ള വ്യത്യാസം. meaning it is the repayment of preference share capital on expiry of a stipulated period. preference ഷെയറിൻ്റെ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പയറി പീരീഡിന് ശേഷം പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യുന്നു,
റീപേയ്മെൻറ്റ് നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. സെക്കൻഡ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് വെയർ ബൈ കമ്പനി റീപർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് അറ്റ് എനി ടൈം. Then redemption can be made for all amount of a particular class of shares. Then അതേസമയം ബൈബാക്ക് ആണെങ്കിൽ മാക്സിമം ഓൺലി 25% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡിംഗ് റവന്യൂ റിസർവ് ക്യാൻ ബി ബോട്ട് ബാക്ക്. ദെൻ സെക്യൂരിറ്റി പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയം cannot be utilized for the purpose of redemption of preference share. പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷന് വേണ്ടി സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാൻ നമുക്ക് പ്രൊവിഷൻ ഇല്ല. സെക്യൂരിറ്റി പ്രീമിയം ക്യാൻ ബി യൂട്ടിലൈസ് കൺസിഡറിങ് ഇസ് എ റിസർവ് ഫോർ റവന്യൂ പ്രോഫിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഓഫ് ഷെയർസ് നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാം. ദെൻ പ്രീമിയം പേയ്മെൻറ്റ്. റിഡംഷൻ ഈസ് യൂഷ്വലി മെയ്ഡ് അറ്റ് ഫേസ് വാല്യൂ. ബൈബാക്ക് ഈസ് ഓൾവേസ് മെയ്ഡ് അറ്റ് എ പ്രീമിയം. ദെൻ ഫണ്ട് ഫ്രം debenture and specified securities cannot be utilized for the purpose of redemption of debentures. Fund from debentures and specified securities can be utilized for the purpose of buyback of shares. ദെൻ പിന്നെ നമുക്ക് ടേം പറഞ്ഞിരിക്കുകയാണ് ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് എസ്ക്രോ അക്കൗണ്ട്. ദ വേർഡ് എസ്ക്രോ മീൻസ് the contract or bond deposited with a third person by whom it is to be delivered to a guarantee ഓൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് സം കണ്ടീഷൻ. അപ്പോൾ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഒരു പേഴ്സൺ കൊടുക്കുന്ന ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എസ്ക്രോ അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു തേർഡ് പേഴ്സൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ ഒരു പേഴ്സൺ ആയിരിക്കും ബൈബാക്കിൻ്റെ സമയത്ത് ഗ്യാരണ്ടി പ്രൊവൈഡ്. ദ വേർഡ് എസ്ക്രോ മീൻസ് ദ കോൺട്രാക്ട് ഓർ ബോണ്ട് ഡിപ്പോസിറ്റ് വിത്ത് എ തേർഡ് പേഴ്സൺ. അത് ബാങ്ക് ആകാം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഹും ഇറ്റ് ഈസ് ടു ബി ഡെലിവേർഡ് ടു എ ഗ്യാരണ്ടി എ പേഴ്സൺ ടു ഹും ഗ്യാരണ്ടി ഈസ് ഗിവൺ. അല്ലേ? അപ്പോൾ ആരാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ പേരിൽ ഒരു ഡിപ്പോസിറ്റ് ചെയ്ത് ബോണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. In order to perform obligation under the scheme of buyback of security, a company is required to open an escrow account which may be consist cash deposit with the commercial bank or bank guarantee in favor of merchant banker or depositable accepted security or combination of all this. അപ്പോൾ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് നടത്തുമ്പോൾ അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ആ ഗ്യാരണ്ടി കൊടുക്കുന്ന ഈ ഒരു പേയ്മെൻറ്റ് കൊടുത്തോളാം എന്ന് ഗ്യാരണ്ടി കൊടുക്കുന്ന അതൊരു രണ്ട് പേർക്കുള്ള ഒരു ഉറപ്പിന് കമ്പനിക്കും ഷെയർ ഹോൾഡേഴ്സും ഒരു ഉറപ്പിന് വേണ്ടി ആരാണ് അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ആ പേഴ്സൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിനെയാണ് നമ്മൾ ഇതുവരെ പറയുന്നത് എസ്ക്രോ അക്കൗണ്ട് എന്ന പേരിൽ പറയുന്നത്. വളരെ റിലവൻ്റാണ്, ചോദിക്കും. ഇത്രേ ഉള്ളൂ. ഒരു തേർഡ് പാർട്ടിയുടെ പേരിൽ ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്.